നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകാം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാലം ഉൾപ്പെടുന്ന മേടൻ രാശി. ദൈവാധീനം വളരെ അനുകൂലമായിട്ടുള്ള രാശിസ്ഥിതിയാണ് കാണുന്നത്. ഈ രാശിയിൽ വരുന്ന ഈ 2 നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തികകാലം അവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. അത് വ്യക്തിപരമായിട്ടായിരുന്നാലും കുടുംബത്തിന് വേണ്ടിയായിരുന്നാലും പാർട്ട്ണർഷിപ്പിലായിരുന്നാലും തൊഴിൽ മേഖലയിലായിരുന്നാലും ബിസിനസ് മേഖലയായിരുന്നാലും കാർഷിക മേഖലയായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയായിരുന്നാലും അതോടൊപ്പം ഉൽപ്പാദക മേഖല, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിലായിരുന്നാലും പുതിയ ചുവടുവെപ്പുകൾ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതിനുവേണ്ടി പ്ലാൻ ചെയ്താൽ സാമ്പത്തികം, അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരാനും അതനുസരിച്ച് കാര്യങ്ങൾക്കൊരു മെച്ചവും വിജയവും ഉണ്ടാകാനും ദൈവാധീനം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട്. അത് നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയോ ബ്രോക്കേഴ്സ് വഴിയോ അതല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും പ്രപ്പോസൽ കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒന്നും നമ്മൾ ഇങ്ങോട്ടായിട്ട് വരുമെന്ന് പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കണ്ട. നമ്മുടേതായിട്ടുള്ള ഒരു അന്വേഷണവും കണ്ടെത്തലും വേണം. അതിൽ പൊരുത്ത ചേർച്ച എന്ന് പറയും. ദശവിധ പൊരുത്തം, പാപത്വം, ഘടന, ദശാസന്ധി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ 75% മേൽ യോഗവും പൊരുത്തവും ചേർച്ചയും അനുകൂലമായി കാണുന്ന പ്രപ്പോസൽ വരാനും നമ്മുടെ ഗൃഹവും നമ്മുടെ സാഹചര്യവും നമ്മളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു പ്രപ്പോസൽ, അത് നമ്മുടെ വീട്ടിൽ മകൾക്കായിരുന്നാലും സഹോദരിക്കായിരുന്നാലും ആർക്കായിരുന്നാലും നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതിൽ ഉണ്ടായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല ലൈഫ് പാർട്ട്ണറെ കിട്ടാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള പ്രപ്പോസലുകൾ വരുന്നു, അവസാനം എന്തെങ്കിലും കാര്യത്താൽ ഒഴിവായി പോകുന്നു, തെറ്റിപ്പോകുന്നു, നടക്കുന്നില്ല, ഏജ് ഓവറായി വരുന്നു, പലരും ചോദിക്കുന്നു. അപ്പം ഇതിന് ഈ രാശി ഫലത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കാണാൻ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അഷ്ടലക്ഷ്മീയ ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക, അത് അമ്മമാർ ചെയ്താലും മതി. ഈ വക തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഒരു നല്ല കരയ്ക്കെത്തിക്കാനും അനുകൂലമാകാനും ഈശ്വരാധീനം തുണയാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇവിടെ ശനിയുടെയും രാഹുവിൻ്റെയും മൗഢ്യപാപത്വ യോഗം ഇപ്പോഴത്തെ ഗുരുവിൻ്റെ മാറ്റം അനുകൂലമാക്കിയിരിക്കുകയാണ്. അതായത് ശത്രുദോഷം, തടസ്സം, സ്തംഭനം ആ തരത്തിൽ നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ആ തടസ്സം അല്ലെങ്കിൽ ബ്ലോക്ക് അത് മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്നു. അതായത് സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷമായിരുന്നാലും, കുറച്ച് പഴക്കമുള്ളതായിരുന്നു, കുടുംബപരമായിട്ടുള്ള ശത്രുദോഷമായിരുന്നാലും, പരിസരത്തുള്ളവരുടെ ചില വാശിയും വൈരാഗ്യവും കൊണ്ടുള്ള എതിർപ്പായിരുന്നാലും, അല്ലെങ്കിൽ പുറത്തുള്ള ശത്രുദോഷമായിരുന്നാലും, എന്തിന് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള സാഹചര്യം വരെ ഓവർകം ചെയ്ത് അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാനും കാര്യങ്ങൾ വിജയത്തിലെത്താനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടേതായിട്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും 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 വഴങ്ങാത്തതിൻ്റെ വാശിയും വൈരാഗ്യവും ആയിരിക്കാം കാരണം. അതിൻ്റെതായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. ഇവിടെ രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ 11 ആഴ്ച ചെയ്യുന്നത് വിശേഷം. വെള്ളിയാഴ്ച 11 വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് വളരെ വിശേഷം. സന്താന ഭാഗ്യസ്ഥാനം അനുകൂലമായിട്ട് നിൽക്കും.
2-4 വർഷമൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭാഗ്യസൂക്ത ഉപചാര പൂജ ചെയ്ത് സംവാദം നെയ്യ് കഴിക്കുക, ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഫലവത്താകാൻ കൂട്ടാക്കാതെ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച് ഒരു പുത്രഭാഗ്യം, സന്താനഭാഗ്യം അത് തേടി മനസ്സ് തകർന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗ്യസൂക്ത ഹോമത്തിൽ അതിൻ്റെതായുള്ള ഉപചാര സർപ്പം ശിവശക്തി ഉപചാരം ചെയ്ത് സംഭാരം അതിൻ്റെ നെയ്യ് സേവിക്കുക, അനുകൂലമുണ്ടാകും, യാതൊരു സംശയമില്ല. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള സാമ്പത്തികം വൈകും, പ്രതീക്ഷിക്കുന്ന സമയത്ത് വരില്ല. അതിനെ വിഷമിച്ചിട്ട് കാര്യമില്ല, വീണ്ടും നമ്മൾ അതിൻ്റെ പുറകെ പോയേ പറ്റും, മടി വിചാരിച്ചിട്ട് കാര്യമില്ല. മകയിരത്തിലെ തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ രോഗാരു ദുരിത ബന്ധനങ്ങൾ, പലതരത്തിലുള്ള അലട്ടലുകൾ, ദുരിതങ്ങൾ വരുന്നുണ്ട്. ചിലർക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. പ്രത്യേകിച്ച് 40 വയസ്സിന് മേലുള്ള ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിങ്ങിൻ്റെതായിട്ടുള്ള പ്രശ്നം, തൈറോയിഡിൻ്റെതായിട്ടുള്ള പ്രശ്നം, സിസ്റ്റിൻ്റെ പ്രശ്നം, ഇങ്ങനെ പലതരത്തിൽ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ നമുക്കതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വേണ്ട. ഇവിടെ വൈദ്യനാഥ ഉപചാര പൂജ ചെയ്ത് ധന്വന്തര കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വളരെ ഗുണം. രോഗാരി ദുരിത ബന്ധനങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർട്ടി ഡീലിങ്സ്, വാസ്തു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, മറ്റു കാര്യങ്ങൾ കാരണം നടക്കാത്തത്, കുടുംബ ഷെയറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തീർപ്പിൽ വരിക, കൊടുക്കാനോ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ നമ്മുടെ കയ്യിലേക്ക് വരാനോ ഉള്ള ഡീലിങ്സ്, ഇടപാടുകൾ തടസ്സം നിൽക്കുന്നത് മാറി അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നു. അത് മാത്രമല്ല, ചില പ്രശ്നങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വൈരാഗ്യ വാശിയോടുകൂടി ചിന്തിച്ചുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒരു സെറ്റിൽമെൻറ്റിലേക്ക്, വീണ്ടും സൗഹൃദത്തിലേക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട്. ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പാൽപ്പായസം പ്രസന്ന പൂജയായിട്ട് ചെയ്ത് സഹസ്രനാമ അർച്ചന നടത്തുന്നത് വളരെ വിശേഷം. പുണർത്തത്തിൽ കാൽപൂയം ആയില്യം കർക്കടക രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പുതുതായിട്ടുള്ള വാഹനം ചേഞ്ച് ചെയ്യണമെങ്കിൽ അനുകൂല സമയമാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് അതിന് ഇറങ്ങാം, വിജയിക്കും. അതുമാത്രമല്ല, വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പരിഹരിച്ച് ഗൃഹത്തിലെ ഈശ്വരാധീന കുറവ് പരിഹരിക്കുന്നതിന് വാസ്തുപൂജ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. കുടുംബ പരദേവത, ഇഷ്ടദേവത, ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറി, എന്നെ മറന്നു എന്നുള്ള ചോദ്യം മാറി അനുകൂലമായിട്ട് തുണയായിട്ട് വരുന്നതിനുള്ള പ്രായശ്ചിത്ത പരിഹാരം ചെയ്യേണ്ടത് അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം അത് പല കാര്യങ്ങളിലും നമ്മളെ ബാധിക്കുന്ന, നമ്മളെ എല്ലാ കാര്യത്തിലും പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. മകം പൂരപുത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസം, അതിൻ്റെ എൻട്രൻസ്, നീറ്റ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോച്ചിങ്ങിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടുകൂടി തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നങ്ങൾ, കാര്യങ്ങളുണ്ട്. കാരണം അതല്ലാത്ത രീതിയിലുള്ള നമ്മളെ ബാധിക്കത്തക്ക വണ്ണമുള്ള പ്രശ്നമല്ലെങ്കിലും അത് മാനസികമായിട്ട് നമ്മളെ തകർക്കും. ഏജ് ഓവറായി വരുന്നു, ഇനിയും 1 വർഷം ലോസ് ആകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിൽ സക്സസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിടവ് അല്ലെങ്കിൽ നഷ്ടം പരിഹരിച്ച് മുന്നോട്ട് പോയി. അതിന് ആഞ്ജനേയ ഉപചാരം, ഹനുമാൻ സ്വാമിക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വെറ്റിലമാല 3 വ്യാഴാഴ്ച സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും സെലക്റ്റായി നമുക്ക് അഡ്മിഷന് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വരാധീനത്താൽ അനുകൂലമാണ്. വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വളരെ നല്ല രീതിയിൽ പോകുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അഫയർ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി, ദുഃഖിച്ചോ നിരാശപ്പെട്ടോ കാര്യമില്ല, എല്ലാം ബ്ലോക്കായി പോകും, ഫോൺ ഉൾപ്പെടെ.
പക്ഷെ അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, ചിലരുടെ പാരവയ്ക്കൽ അല്ലെങ്കിൽ ചിലരുടെ ഒറ്റപ്പെടുത്തൽ എന്ന് പറയും, അതിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. പക്ഷെ അത് റീസെറ്റ് ചെയ്ത് വീണ്ടും ആ സ്നേഹബന്ധം തിരിച്ചു വരുന്നതിന് കുറച്ച് കാലതാമസം. പക്ഷെ ഇതിനെ ചൊല്ലി നമ്മുടെ പഠനം, നമ്മുടെ തൊഴിൽ, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, നമ്മുടെ യാത്രാ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന ദോഷമാണ്. അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ടേ പറ്റൂ. അത് വളരെ കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി പറ്റൂ. അഷ്ടനീരാഞ്ജനം അയ്യപ്പന് ശാസ്താവിങ്കിൽ എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് വളരെ വിശേഷം. ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു വരും. എത്ര പ്രയാസവും ദുഃഖവും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയുണ്ട്. അവിടെ ശനിപാപ ദൃഷ്ടി മാറണം. നീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനമാണ് വളരെ വിശേഷമായിട്ടുള്ളത്. ചിത്തിരത്തര ചോതി വിഷാദ്യം കൽക്കുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ചില ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം ഗൃഹസംബന്ധമായിട്ടുള്ള അസ്വാരസ്യങ്ങളും കാണുന്നുണ്ട്. ഗൃഹസംബന്ധമായിട്ടുള്ള അസ്വാരസ്യങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന് പറഞ്ഞാൽ രോഗമെന്ന് പറയാൻ പറ്റില്ല, മാറി മാറി മരുന്ന് വീട്ടിൽ നിന്ന് ഒഴിയാത്ത സ്ത്രീ ഓരോരുത്തർക്കായിരുന്നു. ഉപ്പൂറ്റി വേദന, തൊണ്ടവേദന, പെടലി വേദന, നെഞ്ചുവേദന, തലവേദന, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പിന്നെയോ ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെയോ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ആയുർവേദമാണോ ഇംഗ്ലീഷ് മരുന്നാണോ ഇങ്ങനെ ഒരു സംശയം വരുന്നുണ്ട്. അപ്പം ഇതിൽ നോക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണം. അതോടൊപ്പം ഈ നെഗറ്റീവ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് മാറണം. ഇതിന് ഉപചാര ചതുർ ദ്രവ്യങ്ങൾ ഒഴിഞ്ഞ് ജലത്തിൽ ഒഴുക്കണം. ആ എന്തോ പറഞ്ഞ പോലെ ആ നെഗറ്റീവ്സ്, ആ പോയിസൺ അങ്ങ് മാറണം. കടുക്, കുരുമുളക്, എള്ള്, കുമ്പളങ്ങ ഇത് 11 വട്ടം ഒഴിഞ്ഞ് ആ ജലത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഒഴുക്കുള്ളത്തിലോ ആറ്റിലോ കടലിലോ എവിടെയെന്ന് സമർപ്പിച്ചാൽ അതിൻ്റേതായുള്ള മാറ്റം. അതോടൊപ്പം തന്നെ ബ്രഹ്മീഘൃതം അത് ജപിച്ച് സേവിക്കുക. പുരുഷസൂക്ത മന്ത്രത്താൽ ജപിച്ച് അത് 21 ദിവസം വ്രതത്തോടുകൂടി കഴിക്കുക. അപ്പോൾ ഉള്ളിലുള്ള രോഗാരു ദുരിത ബന്ധനങ്ങൾ അതും പോകും. നല്ല മാറ്റമുണ്ട്. സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ബ്രഹ്മീഘൃതം എന്ന് പറയുമ്പോൾ ആയുർവേദികമായിട്ടുള്ള കാര്യം. പുരുഷ സൂക്തം എന്ന് പറയുമ്പം അതിൻ്റേതായ തേജസ്സും ഓജസ്സും നമുക്ക് ആ ഘൃതത്തിന്, നെയ്യിനത് ഉണ്ടാകും എന്നുള്ളതാണ്. വ്രതം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി കഴിക്കാൻ പറ്റും. വ്രതമെന്ന് പറയുമ്പോൾ ശൈവം തന്നെയാണ്, നോൺ കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് 21 ദിവസം ചെയ്യുമ്പോൾ ഒരു പരിവർത്തനം നമുക്ക് 21 ദിവസം കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ തലത്തിലും, മാനസികമായിട്ട്, ശാരീരികമായിട്ട്, എന്തിന് ഭൗതിക തലത്തിൽ നമ്മുടെ ചിന്തയും ഫോക്കസും തന്നെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. അപ്പം അത് അങ്ങനെ വിഷമിക്കുന്ന സ്ഥലവും അത് ചെയ്യാം. കാരണം ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അസുഖമൊന്നും ഇല്ല എന്നുള്ള മറുപടിയെ കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇത് ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും പരിഹരിക്കാൻ ഈ ബ്രഹ്മീഘൃതത്തിന് അതിൻ്റെതായുള്ള ശക്തിയുണ്ട്. വിഷാദത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. ഇവിടെ ഗൃഹത്തിൽ ഓരോ തരത്തിലുള്ള നെഗറ്റീവ് സിംറ്റങ്ങൾ കാണുന്നു. ചില്ല് നിരന്തരം ഉടയുക, പടത്തിൻ്റെ അലമാരുടെയും മുഖം നോക്കണവരെ ഉടഞ്ഞതിരിക്കുന്ന ദോഷമാണ്. അത് മാറ്റിയിട്ട് അഗ്നിഭാവ ബന്ധനങ്ങൾ, ഈ മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ, കുക്കറിൻ്റെ ആയാലും ഗ്യാസിൻ്റെ ആയാലും ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആയാലും വിളക്ക് കത്തിക്കുന്നിടത്തായാലും ഏത് തരത്തിലായിരുന്നു കുഴപ്പമില്ലാതെ പോയി തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക, അരി പഠിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ, അങ്ങനെയുള്ള പ്രശ്നം. പിന്നെയോ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിലെ ബാധിച്ച് ചത്തുപോവുക. അത് പട്ടിയായിരുന്നാലും പൂച്ചയായിരുന്നാലും പ്രാവായിരുന്നാലും മത്സ്യമായിരുന്നാലും വളർത്തുന്ന പെറ്റ്, അത് യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ഒരു ഇതാണ്, ഒഴിവായി പോകുന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനെ നിരന്തരം വരുന്ന ചില, എല്ലാ വീട്ടിലും ഉണ്ടാവില്ല, ഈ വൃശ്ചിക രാശിക്കാരിൽ കുറേയൊക്കെ ഈ ഒരു സിംറ്റങ്ങൾ വരാണ്. അത് ഗൃഹത്തെയാണ് ബാധിക്കുന്നത്. വീഴ്ചകളുണ്ടാകുക നിരന്തരം, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയെന്നോ. പക്ഷേ വലിയ ആപത്തൊന്നും വരില്ല, പക്ഷേ വീഴ്ചകളുണ്ടാകും. അപ്പം ഈ വക കാര്യങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇത് ഒഴിവായിപ്പോകും. അതിനു വേണ്ടിയിട്ട് 11 ദിവസം ശിവഭഗവാന് ജലധാരയും സഹസ്രനാമ പുഷ്പാഞ്ജലിയും ചെയ്യും. 11ാമത്തെ ദിവസം
ഭഗവാന് നിവേദ്യ പൂജയും കൂടി ചെയ്താൽ വളരെ മാറ്റം. അതോടൊപ്പം അഘോര കവച മന്ത്രം അത് ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ അല്ലെങ്കിൽ ധരിക്കുകയോ ചെയ്യാം. അഘോര കവച മന്ത്രം വളരെ വിശേഷം. മൂലം പോരാട ഉത്രാടത്തേക്കാല് ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ്. സെക്കൻഡ് മാരേജ് അതിനുവേണ്ടി താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളൊരു ബന്ധം. കാരണം ഒരു മാരേജിൽ ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും വിഷമതകളും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം എന്ന് താല്പര്യപ്പെടുന്നത് ശരിയായിട്ടുള്ള ഒരു രണ്ടാം വിവാഹ യോഗം അനുകൂലമാകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ പിടിവാശി ഉപേക്ഷിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതോടൊപ്പം കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതായത് ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ശാപപാപം പോക്കുവരമായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെയോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ അത് ബാധിക്കാൻ പാടില്ല. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാം. ഇതിന് തിലഹോമാദി പാൽപ്പായസ നിവേദ്യാദി കാര്യങ്ങൾ ചെയ്ത് പ്രായച്ചിത്ത പരിഹാരം പൂർണ്ണമാകണമെന്നാണ്. അത് തിരുവല്ലത്തായിരുന്നാലും വർക്കലയിലായിരുന്നാലും തിരുനെല്ലിയിലായിരുന്നാലും രാമേശ്വരത്തായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മളുടെ ഈ ഒരു സമർപ്പണം മുക്തി മോക്ഷ സായുജ്യ ഭാവത്തിൽ നിൽക്കുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള നിവർത്തി കൊടുക്കണം. അത് തിലഹോമം ചെയ്യുക. പ്രത്യേകിച്ച് കറുത്ത മാവിന് ചെയ്യുന്നത് വളരെ വിശേഷം, പിതൃക്കൾക്ക് അനുകൂലമായിട്ട് വരും. ദുർമൃതിയായിട്ടുള്ളതിനെ ലക്ഷ്മീനാരായണ സങ്കല്പത്തിൽ, ലക്ഷ്മീനാരായണ രൂപത്തിൽ സങ്കല്പിക്കുന്നത് വളരെ വിശേഷമായിരിക്കും. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങളും കൂടി പറയാൻ. അതിലൊന്ന്, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് വിജയിക്കും. അത് തൊഴിലിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും വിദേശത്ത് പോകുന്നതായിരുന്നാലും ശരി തന്നെ, ബിസിനസ്സിനായിരുന്നാലും ശരി തന്നെ, നല്ലൊരു മാറ്റവും അതിൽ വിജയിക്കാനുള്ള സമയം അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടായി നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകണോ വേണ്ടിയോ എന്നുള്ള ഒരു സാഹചര്യം വരാനുള്ള സാധ്യത കാണുന്നു. അത് നമ്മൾ കരുതിയിരിക്കുക. കാരണം ജീവിതകാലം മുഴുക്കെ നമ്മളവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് ഇതിനെക്കാട്ടി മെച്ചമായിട്ടുള്ളൊരു മാറ്റം, പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓഫറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി അത് നമുക്ക് നേടിയെടുക്കണം. അതിന് പല സാഹചര്യങ്ങളും വരും. ആ തടസ്സങ്ങളുണ്ടെങ്കിൽ ദുർഗാ ഭഗവതിക്ക് തൃശ്ശതി അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ചില ആൾക്കാരുമായിട്ട് നമ്മൾ തെറ്റേണ്ടി വരുന്ന അകൽച്ച ഉണ്ടാവും. അത് വസ്തു സംബന്ധമായുള്ള കാര്യത്തിലായിരിക്കാം, എന്തിനതിര് അല്ലെങ്കിൽ തർക്കം പലതരത്തിൽ വരാം, വഴിയ സമയത്തുള്ളതായിരിക്കാം. പക്ഷെ അത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ഒരു നീരസം ഉണ്ടാകാൻ സാധ്യത. കഴിയുന്നത് ഒഴിവാക്കി ഒരു മൂന്നാം സ്ഥാനം ഒരാളിനെ കൊണ്ട് പരിഹരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. ഇല്ലെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് വളരെ ദോഷം ചെയ്യും. രണ്ടാമത് മറ്റൊരു പ്രശ്നം ആക്സിഡൻറ്റ്, അത് വീഴ്ചകൾ, അത് നമുക്ക് ദോഷകരമായിട്ട് ഇനിയും ആവർത്തിക്കാൻ പാടില്ല. മുമ്പ് 2 തവണ അത് ദൈവാധീനം കൊണ്ടാൽ കുഴപ്പമില്ല, അതിന് വരാം. അതിനൊരു കരുതൽ നമുക്ക് വേണ്ടിയിരിക്കുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൃഹത്തിനകത്ത് ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ, അവിടെ നമ്മളെവിടെ ശരിയാവണമെന്നതാണ്. പ്രത്യേകിച്ച് കുംഭം രാശിക്കാർ, ഞാനാണ് ശരി, അതാണ് നല്ലത് എന്നുള്ള ഭാവത്തിൽ നിന്ന് നമ്മളൊരു മറുഭാഗത്ത് നിന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യും. ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും ഭാര്യയുടെ, മക്കളായിരുന്നാലും അച്ഛൻ്റെ ഭാഗത്തുനിന്നാണ്. ആ തരത്തിലുള്ള ഒരു ക്രയവിക്രയം മാനസികമായിട്ടുണ്ടായില്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒരു യന്ത്രം കണക്കെ രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, വൈകിട്ട് ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഓരോ വഴിയെ പോകുന്നു വരുന്നു എന്നുള്ള ആ ഒരു കുടുംബത്തിലെ ഒരു അറ്റാച്ച്മെന്റ് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മുടെ ദൈവാധീനത്തിന് വേണ്ട കാര്യം. വ്രതങ്ങൾ എടുത്തേ പറ്റൂ അമ്മമാർ. ഈ കുടുംബാന്തരീക്ഷം പഴയ രീതിയിൽ കൊണ്ടുവരാൻ. അത് ഷഷ്ടി വ്രതമാകാം, ഏകാദശി വ്രതമാകാം, പ്രദോഷ വ്രതമാകാം, ഏതായിരുന്നാലും ആ വ്രതത്തിന് ആ കുടുംബത്തിനെ ഏകീകരിക്കാനുള്ള ഒരു പവർ പണ്ടേ ഉണ്ട്. ഇപ്പം പലരും വ്രതമെടുക്കാൻ പറഞ്ഞു.
പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അമ്പലത്തിലും പള്ളിയിലും പോകാനുള്ള മടിയുണ്ട്. ഇതിന് വ്രതത്തിന് ഏകീകരണ സ്വഭാവമുണ്ട്, ഐശ്വര്യഭാവുകം വന്നു ചേരാനുള്ള കാര്യമുണ്ട്. അതാണ് മറ്റൊരു സത്യം. പുരുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ സാമ്പത്തിക അധിക ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ജാമ്യം നിന്നതിന് നോട്ടീസ് വരാനും നമ്മൾ സഹായിക്കാൻ പോയതാ, പക്ഷെ നമ്മൾ പരിഹാരം തേടി അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വരും. പ്രോപ്പർട്ടി സംബന്ധമായുള്ള ഡീലിങ്സ് മുടങ്ങിക്കിടക്കുന്നതിന് വീണ്ടും പണം കണ്ടെത്തി. ബാങ്ക് വായ്പ മറ്റു കാര്യങ്ങളിൽ പെട്ടവർക്ക് തടസ്സങ്ങളുണ്ട്. കുറി ചിട്ടി ഇതെല്ലാം അനുകൂലമായി നടക്കുമെന്ന് പ്രതീക്ഷിച്ചതിന് നീണ്ടുപോകും. കിട്ടില്ല എന്നുള്ളതല്ല, പ്രതീക്ഷിക്കുന്ന സമയത്തങ്ങോട്ട് എത്തില്ല. അത് മാത്രമല്ല, വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോ. ഇതിൽ പ്രത്യേകിച്ച് വിദേശത്ത് പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാകും. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കോൺഫിഡൻസ്. മൂന്നാമത് പ്രധാനപ്പെട്ട കാര്യം, 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് പിടിവാശി എന്ന് പറയാൻ ഒക്കില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും വീട്ടിനകത്ത് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും, മത്സരം. എപ്പോഴും പഠിയെന്ന് പറഞ്ഞിട്ടാ ഞാൻ പഠിച്ചോളാം. അത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം നേരെ കഴിക്കില്ല, വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചോ, മുടി കൊഴിഞ്ഞാൽ സങ്കടം, കൂട്ടുകാരി മിണ്ടിയിട്ട് ടെൻഷൻ, മൊബൈലിൽ മെസ്സേജ് വന്നിട്ട് ടെൻഷൻ. ഇങ്ങനെയുള്ള ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജിമ്മിൽ പോകണം, മോഡി സ്പൈക്ക് ചെയ്യണം, ബൈക്ക് വേണം, സൈക്കിൾ പോരാ, ഇങ്ങനെ മൊബൈലിലായിരിക്കും കളി എപ്പോഴും. ഇതിനെ ചൊല്ലിയുള്ള സംസാരങ്ങളോ വീട്ടിനകത്ത്, അല്ലാതെ വേറൊന്നുമില്ല. ബുദ്ധിയും കഴിവും ഈശ്വരാധീനമുണ്ട്. പക്ഷെ അത് പഠനത്തിൻ്റെതായുള്ള കാര്യത്തിൽ എനിക്കിത് 1 മണിക്കൂർ മതി പഠിക്കാൻ അമ്മ എന്നാ പറയുന്നത്. ശരിയായിരിക്കാം. പണ്ടത്തെ പോലെ ബുക്കും മറ്റു കാര്യങ്ങളും എഴുത്തും കുറവാണ്. എല്ലാം മൊബൈലിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അത് ഓൺലൈനിലും ആണല്ലോ. പക്ഷെ ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകണം. കുടുംബാന്തരീക്ഷത്തിൽ ഇത് വന്ന് ആ ഒരു വാശി വരാൻ പാടില്ല. നല്ല റിസൾട്ടോടുകൂടി വിജയിക്കാനുള്ള യോഗം മീനൻ രാശിക്കാർക്കുണ്ട്. ഇവിടെ വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ധരിക്കുക, സാരസ്വതാരിഷ്ടം. കാരണം ഓർമ്മക്കുറവ്, അയ്യോ ഞാനിത് പഠിച്ചത് എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതിയേ പറ്റൂ. അപ്പം ആ തരത്തിലൊരു കോൺഫിഡൻസിന് വിദ്യാകവചിത മന്ത്രം നമ്മളെ നയിക്കും. സരസ്വതി കടാക്ഷം. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.